ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിനി ഗാലക്സി. ഇറ്റ്സ് മീ ടോബിൻ. നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. എപ്പോഴും അല്ലെങ്കിലും ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മൾ തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും. പലപ്പോഴും റെയിൽവേ സ്റ്റേഷന്റെ പേരുകളാവും നമുക്ക് വിചിത്രമായി തോന്നാറ്. ഈ സ്റ്റേഷൻ നെയിമുകൾക്കൊക്കെ പിന്നിൽ പല അർത്ഥങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ആ സ്റ്റേഷന്റെ പേരെഴുതിയ ബോർഡുകൾ കാണാറില്ലേ? ചിലതിൽ വള്ളത്തോൾ നഗർ, എറണാകുളം ജംഗ്ഷൻ എന്നൊക്കെ കാണാം. ഈ നഗരം ജംഗ്ഷനും ഒക്കെ ഒരു ഗുമ്മിന് വേണ്ടി വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല എന്നറിയാമോ? അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. ആ സ്റ്റേഷന്റെ പ്രത്യേകതകൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നോക്കിയാലോ? സോ ഗൈസ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനെ കുറിച്ചും അതിന്റെ പേരിന് പിന്നിലെ പ്രത്യേകതകളെ കുറിച്ചുമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സിനി ഗാലക്സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോന്നായി എടുത്തു നോക്കാം. ആദ്യത്തേത് റോഡ് എന്ന് അവസാനിക്കുന്ന സ്റ്റേഷനുകളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നിലമ്പൂർ റോഡ്, വൈക്കം റോഡ്, ഇങ്ങനെയുള്ള ഓരോ റോഡുകളിൽ അവസാനിക്കുന്ന പല പേരുകൾ നമുക്കറിയാം. ഇവ പ്രധാന റെയിൽവേ ലൈനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനെ സൂചിപ്പിക്കുന്നു. റോഡ് മാർഗം മാത്രമേ ഇവിടെ എത്തിച്ചേരാനാവൂ. രണ്ടാമത്തേത് നഗർ. ഉദാഹരണം വള്ളത്തോൾ നഗർ, ഡിവൈൻ നഗർ. ഈ പേരുകളുള്ള സ്റ്റേഷനുകളിൽ പാസഞ്ചർ ട്രെയിൻ മാത്രമേ നിർത്തുകയുള്ളൂ. നഗറിന്റെ മറ്റൊരു പേരാണ് ഹാൾട്ട്, അരൂർ ഹാൾട്ട്. നഗറിന്റെ മറ്റൊരു പേരായതുകൊണ്ട് നഗറിന്റെ സെയിം പ്രത്യേകതകൾ തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടാവുക. അടുത്തത് നമുക്കറിയാം ജംഗ്ഷൻ എന്ന പേരാണ്. ഉദാഹരണം ഷൊർണൂർ ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ എന്നിങ്ങനെയുള്ള ജംഗ്ഷൻ കൂട്ടിയുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേരുകൾ നമുക്കറിയാം. മൂന്നോ അതിലധികമോ റെയിൽവേ ലൈനുകൾ സംഗമിക്കുന്ന സ്റ്റേഷനുകളാണിത്. സ്റ്റേഷനിലേക്ക് വരുന്ന ട്രെയിനുകൾക്ക് കുറഞ്ഞത് 2 ഔട്ട് ഗോയിങ് ട്രെയിൻ ലൈനുകളെങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ വരുന്നത് കണ്ടോൺമെന്റ് സ്റ്റേഷനുകളാണ്. ബാംഗ്ലൂർ കണ്ടോൺമെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സൈനിക ഓഫീസ്, ക്യാമ്പ് എന്നിവകൾക്ക് സമീപം സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷനുകളാണിവ. കണ്ടോൺമെന്റ് സ്റ്റേഷനുകളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഇത്തരം സ്റ്റേഷനുകൾ ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും. അടുത്തത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഉദാഹരണം പറഞ്ഞാൽ ചെന്നൈ സെൻട്രൽ, മുംബൈ സെൻട്രൽ, ഇങ്ങനെ ഒന്നിലധികം റെയിൽവേ സ്റ്റേഷനുകളുള്ള ഒരു നഗരത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനെ ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനായി നിയോഗിക്കുന്നു. ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽ ഗതാഗതത്തിന്റെ പ്രധാന ഗതാഗത കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഈ സ്റ്റേഷനുകളിൽ നിന്ന് ഒരു നഗരത്തിലെ മറ്റെല്ലാ സ്റ്റേഷനുകളിലേക്കും ട്രെയിൻ ഉണ്ടായിരിക്കും. അടുത്തത് ടെർമിനസ് ആണ്. ഉദാഹരണം ഛത്രപതി ശിവാജി ടെർമിനസ്. ഇത്തരം പേരുകളുള്ള സ്റ്റേഷനുകളിൽ പാളം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വന്ന ട്രെയിനുകൾ അതുപോലെ തന്നെ തിരിച്ചു പോകും. ഈ സ്റ്റേഷനുകളിൽ നിന്ന് മുന്നോട്ട് ട്രാക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെല്ലാവരും തന്നെ ട്രെയിനിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ? നമ്മളിൽ എത്ര പേർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? അലറി വിളിച്ച് കൂവിപ്പായുന്ന തീവണ്ടികൾ നമുക്കൊരു പ്രത്യേക കൗതുകം തന്നെയാണല്ലേ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ ട്രെയിനുകൾക്ക് 10-ലധികം ഹോണുകളുണ്ട് എന്ന്. അതുമാത്രമല്ല, ഈ ഓരോ ഹോണിനും വ്യത്യസ്ത അർത്ഥങ്ങളുമുണ്ട്. അതേ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. സോ ഗൈസ്, ബൈ.